ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 1 കോടി രൂപയുടെ KSFE ചിട്ടി എങ്ങനെ മാസം വെറും 25,000 രൂപ അടച്ച് നേടാന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇത് നോർമലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു പോസിബിൾ ആക്ച്വലി അല്ല. പക്ഷേ നമ്മളൊരു ചെറിയൊരു ട്രിക്ക് പ്രയോഗിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഈ 1 കോടി രൂപയുടെ ചിട്ടിക്ക് നമുക്ക് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ചേരണമെങ്കിൽ നിങ്ങൾ മാസം 1,00,000 രൂപ വെച്ച് അടയ്ക്കേണ്ടി വരും. അങ്ങനെ 1,00,000 രൂപ വെച്ച് 100 മാസം നിങ്ങൾ അങ്ങനെ അടയ്ക്കേണ്ടി വരും. ഇത് മെയിനായിട്ട് ബിസിനസ്സുകാർക്ക് പറ്റിയൊരു ചിട്ടിയാണ്. പക്ഷെ നോർമൽ ആളുകൾക്ക് ടാർഗറ്റ് ചെയ്യുന്നില്ല ഇവർ. ഇതിൽ ബിസിനസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ചിട്ടിയാണ്. നോർമൽ ആളുകൾക്ക് ചേരാൻ പ്രശ്നമൊന്നുമില്ല. പൈസ ഉള്ള ആളുകൾക്ക്, നോർമൽ ആളുകൾക്ക് ചേരാൻ പറ്റും. ഇനി ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ 100 മാസത്തെ ചിട്ടിയാണ്, 1,00,000 രൂപ വെച്ച് അടയ്ക്കണം. ഇതിൽ ആദ്യത്തെ മാസം തൊട്ട് നമുക്ക് ലേലം വിളിക്കാനുള്ള, അതായത് ഇതിന്റെ ഓപ്ഷനിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ ഓപ്ഷനിൽ പങ്കെടുക്കുമ്പോൾ എപ്പോഴും 30% കുറച്ചാണ് നമ്മൾ ഈ ഒരു എമൗണ്ട് നിങ്ങൾ വിളിച്ചെടുക്കുക. അപ്പോൾ 30% കുറച്ച് വിളിച്ചെടുക്കുമ്പോൾ നമുക്ക് ഏകദേശം 70 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ കിട്ടുമെന്ന് വിചാരിക്കാം. ഇനി നമുക്ക് ഇതിൽ മെയിനായിട്ട് നോക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ മാസവും നമ്മൾ 1,00,000 രൂപ വെച്ച് അടയ്ക്കണം. അപ്പോൾ ആദ്യത്തെ മാസം നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ 1,00,000 രൂപ വെച്ച് അടയ്ക്കണം. അപ്പോൾ അതിൽ യാതൊരു ഡിസ്കൗണ്ടോ ഡിവിഡൻഡോ അങ്ങനെയൊന്നുമില്ല. പിന്നെ KSFE ചിട്ടികളുടെ പ്രധാനപ്പെട്ട ഒരു ലാഭം എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ആണ്. അപ്പോൾ ഈ സെക്കൻഡ് മന്ത് തൊട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഡിവിഡൻഡ് എമൗണ്ട് നമുക്ക് എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ചിട്ടിയിലൊക്കെ 30% കുറച്ച് വിളി പോകും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 25,000 രൂപയെങ്കിലും മാസം നിങ്ങൾക്ക് ഡിവിഡൻഡായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ആ മാസം 25,000 രൂപ നിങ്ങൾക്ക് ഡിവിഡൻഡായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നോർമലായിട്ട്, ഇപ്പോൾ നിങ്ങൾ ഈ ഞാൻ പറയുന്ന ട്രിക്ക് ഒന്നും നിങ്ങൾ പ്രയോഗിക്കാൻ പോകുന്നെങ്കിൽ നോർമലായിട്ട് നിങ്ങൾക്ക് രണ്ടാമത്തെ മാസം തൊട്ട് 75,000 രൂപ വെച്ച് അടച്ചാൽ മതിയായിരിക്കും. പക്ഷെ അത് ചിട്ടി അവസാനം വരെ അല്ല. അപ്പം നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഈ 75,000 രൂപ എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ചേഞ്ച് ആവും. കാരണം ഇതിൽ ഡിവിഡൻഡ് എമൗണ്ട് ചേഞ്ച് ആവുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ 60 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ചിട്ടി അവസാനിക്കാവുന്ന സമയമാകുമ്പോൾ ചിലപ്പോൾ ഡിവിഡൻഡ് കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ ഡിവിഡൻഡ് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഫുൾ എമൗണ്ട് അടയ്ക്കേണ്ടി വരും. അപ്പോൾ എന്താണ് ഈ ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ പറഞ്ഞല്ലോ 30% കുറച്ചാണ് വിളിച്ചെടുക്കുക ഈ ആവശ്യമുള്ള ആൾക്കാർ. അപ്പോൾ അവർ വിളിച്ചെടുക്കുമ്പോൾ ഏകദേശം 30% കുറച്ച് വിളിച്ചെടുക്കുമ്പോൾ ആ ഒരു പൈസ ഉണ്ടല്ലോ, ഇപ്പോൾ 1 കോടിയുടെ ചിട്ടി 70 ലക്ഷത്തിന് വിളിച്ചെടുത്താൽ ബാക്കി 30 ലക്ഷം രൂപ അത് ഡിവൈഡ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ KSFEയുടെ എല്ലാ ചിട്ടിയിലും ആ ഡിവിഡൻഡ് ഉണ്ട്. അപ്പോൾ ഡിവിഡൻഡ് നല്ലൊരു ലാഭമുള്ളൊരു സംഭവമാണ്. അപ്പോൾ 25,000 രൂപ വെച്ച് നിങ്ങൾക്ക് ഡിവിഡൻഡ് കിട്ടും. തുടക്കത്തിൽ ഒരു 10-50 മാസം ഉറപ്പായിട്ട് നിങ്ങൾക്ക് 25,000 രൂപ വെച്ച് കിട്ടും. പിന്നെ അതൊരു 20 ആവും, പിന്നെ ഒരു 15 ആവും, അങ്ങനെ അങ്ങനെ കുറഞ്ഞു വരും. അത് ഡിമാൻഡ് അനുസരിച്ചാണ്, ചിട്ടിയുടെ ഡിമാൻഡ് അനുസരിച്ച് മാറ്റങ്ങൾ വരും. അപ്പോൾ നമ്മൾ കണ്ടു 75,000 രൂപ നമ്മൾ അടയ്ക്കണം എല്ലാ മാസം. അപ്പോൾ ഡിവിഡൻഡിൽ വന്നു. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ മാസം 25,000 രൂപ എന്നൊരു ഇതിലേക്ക് വരാൻ നോക്കാം. ഇപ്പം നമ്മൾ ഇവിടെ കാണുന്നത് 75,000 ആണ്. ഇതെങ്ങനെ ഇതിനെ വെറും 25,000 രൂപ വെച്ച് അടയ്ക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാണെങ്കിൽ, നിങ്ങൾ ചിട്ടി വിളിച്ചെടുക്കാൻ ശ്രമിക്കുക. ആദ്യം നിങ്ങൾ ഫസ്റ്റത്തെ മന്ത് തൊട്ട് തന്നെ നിങ്ങൾ ചിട്ടി വിളിക്കാനുള്ള ഒരു പ്രോക്സി അവിടെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് വിളിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ചിട്ടി വിളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ചിട്ടി വിളിച്ചെടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക, ഈ 1 കോടി രൂപയുടെ ചിട്ടിയാണ്. അത് നിങ്ങൾക്ക് വിളിച്ച് കിട്ടുമ്പോൾ ഏകദേശം 70 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ഇനി KSFEയിൽ ഈ ചിട്ടി എമൗണ്ടിൽ, അതായത് നിങ്ങൾ KSFE ചിട്ടി വിളിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി അത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ, നിങ്ങൾ വെറും ആദ്യത്തെ മാസം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തു, 1,00,000 രൂപ അടച്ചു. നെക്സ്റ്റ് മന്ത് നിങ്ങൾ പങ്കെടുത്തു, ചിട്ടി നിങ്ങൾ വിളിച്ചെടുത്തു. അപ്പോൾ കുറേ പേര് ചിട്ടി വിളിക്കാണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ സെയിം എമൗണ്ട് വിളിക്കുന്ന സമയത്ത് അവർ നറുക്കെടുത്താണ് എടുക്കുക. അപ്പം നറുക്കെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭാഗ്യമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മന്തിൽ, ഇപ്പോൾ സെക്കൻഡ് മന്ത് അല്ലെങ്കിൽ ഫസ്റ്റ് മന്തിന് നിങ്ങൾക്ക് ഈ ഒരു ചിട്ടി നിങ്ങൾക്ക് അടിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ചിട്ടി നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ അവരെന്ത് ചെയ്യും, നിങ്ങൾക്ക് 30% കുറച്ചുള്ള എമൗണ്ട് നിങ്ങൾക്ക് തരും. അപ്പോൾ അതിൽ 2 ഓപ്ഷനാണുള്ളത്. ഇപ്പോൾ 30% കുറച്ചുള്ള എമൗണ്ട് തരുമ്പോൾ 70 ലക്ഷം നിങ്ങൾക്ക് തരും. ആ 70 ലക്ഷം നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ FD ഇടാം. രണ്ടാമത്തെ ഓപ്ഷൻ, നിങ്ങൾക്ക് ആ 70 ലക്ഷത്തിന് ആവശ്യമുള്ള ഡോക്യുമെന്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കൊണ്ടുപോരാം. അപ്പോൾ അത്രയും ഡോക്യുമെന്റ് കൊടുക്കുക. നമ്മുടെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഫസ്റ്റത്തെ അപ്രോച്ചാണ്. അതായത് ആ 70 ലക്ഷം നിങ്ങൾ കിട്ടി, ആ 70 ലക്ഷം നിങ്ങൾ അവിടെ FD ഇടാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ KSFEയിലെ FDക്ക്, അതായത് ചിട്ടി കിട്ടുന്ന പൈസക്ക് FDക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അവർ കൊടുക്കുന്നത്. ഏകദേശം 8.5ന്റെ അടുത്ത് ഇൻട്രസ്റ്റ് റേറ്റ് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ഇൻട്രസ്റ്റ് റേറ്റിൽ നമ്മൾ ഇത് FD ഇടുകയാണ്. അപ്പോൾ FD ഇടുമ്പോൾ ഇതിൽ നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസം ഒരു നല്ലൊരു എമൗണ്ട് തന്നെ, അതായത് ഒരു 50,000 രൂപയുടെ അടുത്ത് നമുക്ക് മാസം ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് കിട്ടും.
ഈ ഷീറ്റിനകത്ത് 49,583 നിങ്ങൾക്ക് കിട്ടാവുന്ന ഇൻട്രസ്റ്റ്. അപ്പോൾ ഏകദേശം ഒരു 50,000 രൂപ എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത്. അത് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ 1,00,000 രൂപയാണ് ശരിക്കും അടയ്ക്കേണ്ടത്, 75,000 രൂപ അടച്ചാൽ മതിയും. കാരണം എന്താണ്, നിങ്ങൾക്ക് 25,000 രൂപ ഡിവിഡൻഡ് വന്നു. അപ്പോൾ 1,00,000 അത് കുറച്ചിട്ട് 25,000 അടച്ചിരിക്കുമ്പോൾ 75,000 ശരിക്കും നിങ്ങൾക്ക് അടയ്ക്കേണ്ടത്. കാരണം എമൗണ്ട് 25,000 നിങ്ങൾക്ക് ഡിവിഡൻഡ് വരെയാണ്. അപ്പോൾ 75,000 അടയ്ക്കണം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ചിട്ടി വിളിച്ചെടുത്തിട്ട് അത് നിങ്ങൾ അവിടെ FD ഇട്ടു. 70 ലക്ഷം നിങ്ങൾ അവിടെ FD ഇട്ടു. 70 ലക്ഷം നിങ്ങൾ FD ഇട്ടാണെങ്കിൽ മാസം നിങ്ങൾക്ക് 49,583 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ നിലവിലെ ഇൻട്രസ്റ്റ് റേറ്റ് 8.5 അല്ലെങ്കിൽ അത് കുറച്ചും കൂടി 8.67 ഒക്കെ ആ ഒരു ലെവലിലേക്ക് വരും. അപ്പോൾ നമ്മളിപ്പോൾ 8.5 വെച്ച് നോക്കുമ്പോൾ അതിന് 49,583 നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഇനി നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ അവരുടെ അടുത്ത് പറയണം, എനിക്ക് ഈ ഇൻട്രസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യണ്ട, എനിക്ക് മന്ത്ലി പേ ഔട്ട് വേണം. അപ്പോൾ മന്ത്ലി പേ ഔട്ട് വരുമ്പോൾ നിങ്ങളുടെ അടുത്തൊരു സേവിങ്സ് അക്കൗണ്ടിലേക്ക് ഈ ഒരു എമൗണ്ട് മന്ത്ലി പേ ഔട്ട് വരും. അപ്പോൾ എന്നിട്ട് അവരോട് പറയാം, നിങ്ങൾ ചിട്ടി അടയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിൽ നിന്നും കൂടി ചേർത്ത് അടയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 75,000 രൂപ ചിട്ടി അടയ്ക്കണം. 25,000 രൂപ ഓൾറെഡി ഇതിൽ വന്നു. പിന്നെ ഈ ഒരു എമൗണ്ട് ഉണ്ടല്ലോ 75,000 ഇത് കുറച്ചടച്ചാൽ മതി. കാരണം നിങ്ങൾക്ക് മാസം ഒരു 50,000 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. കാരണം നിങ്ങളുടെ 70 ലക്ഷത്തിന്റെ ഇൻട്രസ്റ്റ് 50,000 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ശരിക്കും അടയ്ക്കേണ്ട എമൗണ്ട് വെറും 25,417 രൂപയാണ് ശരിക്കും നിങ്ങൾ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഏകദേശം ഒരു 25,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് ആ ചിട്ടി വിളിച്ച് കിട്ടുകയാണെങ്കിൽ 25,000 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 1 കോടി രൂപയുടെ ചിട്ടി നിങ്ങൾക്ക് അടച്ചു തീർക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആലോചിച്ചൊക്കെ വെറും 25,000 രൂപ വെച്ചിട്ട് ചിട്ടി അവസാനം 100 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് 70 ലക്ഷം കിട്ടും. കാരണം നിങ്ങൾ ചിട്ടി നേരത്തെ വിളിച്ചെടുത്ത് 30% കുറച്ചാണ് വിളിച്ചത്. കുറച്ച് വിളിച്ച പൈസ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 70 ലക്ഷം രൂപ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വെറും 25,000 രൂപയാണ് നിങ്ങൾ മാസം അടയ്ക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഡിവിഡൻഡ് കുറഞ്ഞു വരും, താഴത്തേക്ക് വരുന്നതോറും, അതായത് മാസം കൂടുന്തോറും ഡിവിഡൻഡ് കുറഞ്ഞു വരും. ആ സമയത്ത് നിങ്ങളുടെ എമൗണ്ട് അടയ്ക്കണ എമൗണ്ടും കൂടും. പക്ഷേ നിങ്ങൾക്ക് FDയുടെ ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ തീർച്ചയായിട്ടും അത് ഫിക്സ്ഡ് ആയിട്ട് തന്നെ കിട്ടും. അത് കറക്റ്റ് ഇപ്പോൾ എത്രയാണോ ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾ ബുക്ക് ചെയ്ത് ആ ഒരു FDയുടെ ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടും. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വെറും 1,00,000 രൂപയാണ് അടയ്ക്കുന്നത്. നിങ്ങൾ ലക്കുള്ള ഒരാളാണെങ്കിൽ ആദ്യത്തെ മാസം തന്നെ നിങ്ങൾ ഒരു 70 ലക്ഷം രൂപയുടെ ഒരു ഉടമയായിട്ട് മാറുകയാണ്. അതായത് നിങ്ങൾ അടയ്ക്കുന്നില്ല അത്ര പൈസ. ആ അടയ്ക്കാത്ത പൈസക്ക് നിങ്ങൾ 1,00,000 രൂപ അടച്ചു, ചിട്ടിയിൽ ചേർന്നു, നിങ്ങൾ ലക്കിൽ നിങ്ങൾ ആ ഒരു ഓപ്ഷനിൽ പങ്കെടുത്ത് നിങ്ങൾ ആ എമൗണ്ട് എടുത്തു. അപ്പൊ നിങ്ങൾ ഒരിക്കലും അടയ്ക്കാത്ത ഒരു 70 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ വേണം. അതായത് 1,00,000 രൂപ അടച്ചു, 70 ലക്ഷം രൂപയുടെ പലിശ നിങ്ങൾക്ക് വെറുതെ കിട്ടുകയാണ് ശരിക്കും. കാരണം നമ്മൾ ഇവിടെ നിന്ന് ഇത് വിളിച്ചെടുത്ത് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ഈ 70 ലക്ഷം രൂപയുടെ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ ആ ഒരു വാല്യൂ നിങ്ങൾ ഇവർക്ക് കൊടുത്തിട്ടാണ് നിങ്ങൾ ആ പൈസ എടുത്തുകൊണ്ട് പോകുന്നത്. പക്ഷെ ഈ കേസിൽ നിങ്ങൾ അത് ആക്ച്വലി അവിടെ തന്നെ FD ഇടാണ്. വെറും 1,00,000 രൂപ അടച്ചു, 70 ലക്ഷം രൂപയുടെ അത്ര വാല്യൂ ഉള്ള ഒരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ വന്നു. അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻട്രസ്റ്റ് വരികയാണ്. ആ ഇൻട്രസ്റ്റ് കഴിച്ചിട്ടുള്ള പൈസ അടച്ച് ചെറിയൊരു എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു എമൗണ്ട്, ഒരു 1 CR ആ ഒരു ചിട്ടിയിൽ നിങ്ങൾക്ക് പങ്കെടുത്ത് 100 മാസം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.